ഇന്ന് വളരെ എളുപ്പത്തിൽ അപ്പോഴേക്കപ്പോഴേ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു മാങ്ങാച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള 5 മൂവാണ്ടൻ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നേരത്തെ ഉപ്പിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാങ്ങ നല്ലതുപോലെ ചെറുതായിട്ട് നുറുക്കുക. എനിക്ക് ആദ്യം മാങ്ങാച്ചാർ ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയണ്ടായിരുന്നില്ല കേട്ടോ. ബാംഗ്ലൂർ മലയാളികൾക്കൊക്കെ അറിയുന്നുണ്ടാവും, കൃഷ്ണദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ചേട്ടനെ. ആ ചേട്ടൻ ഞങ്ങളുടെ ഒരു റിലേറ്റീവാണ്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ആ ചേട്ടനാണ് കാറ്ററിങ് ചെയ്യുന്നതെങ്കിൽ അവിടെ മാങ്ങാച്ചാർ എനിക്കൊരു കവറിൽ ഇങ്ങനെ തരാറുണ്ട് കേട്ടോ. ആ ആളാണ് എനിക്ക് ഈ മാങ്ങാക്കറി ഉണ്ടാക്കാൻ പറഞ്ഞു തന്നത്. മാങ്ങയൊക്കെ നുറുക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ ഉപ്പ്, മുളക് പൊടി, ഉലുവപ്പൊടി, കായത്തിൻ്റെ പൊടി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നല്ലെണ്ണയും ചൂടാക്കി ഒഴിച്ചാൽ അച്ചാർ റെഡിയായി. ഇതിൻ്റെ അളവുകളൊക്കെ ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം അടച്ചു വെക്കണം. അപ്പോൾ ആദ്യം നമ്മളിതെല്ലാം മിക്സ് ചെയ്യുമ്പോൾ നല്ല ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. ഇതൊരു 15 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഇതിലത്തെ ഉപ്പിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി ആ എണ്ണയും എല്ലാം കൂടി ഒന്ന് യോജിച്ച് നല്ലൊരു അച്ചാറിൻ്റെ പരുവത്തിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ നല്ലൊരു അച്ചാറിൻ്റെ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. പിന്നെ കൂടുതൽ ദിവസം നമുക്കിത് വെക്കാൻ പറ്റില്ല കേട്ടോ. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ കേടുവരാതിരിക്കും. ഇപ്പോൾ മാങ്ങാക്കാലാണല്ലോ, നല്ല മൂത്ത പച്ച മാങ്ങയൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും മാങ്ങാച്ചാർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക, അഭിപ്രായം പറയുക. മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.